ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്തത്. അപ്പോൾ സക്സസ് ആവോ ഇല്ലയോ എന്നറിയാതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. സക്സസ് ആവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും അൺപ്ലാൻഡ് ആണ്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫുൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും നല്ല നാടൻ ചോറ് കറികളൊക്കെ വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. ദെൻ ഡിന്നറിനാണ് നമ്മളിങ്ങനെ ചപ്പാത്തി, പുട്ട്, ദോശ, അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ ഡിന്നറിന് കഴിക്കാൻ ഒരു മൂഡില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വെജിറ്റബിൾസും കുറച്ചൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നത് റൈസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തോന്നി. പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. കാരണം ബോൺലെസ് ചിക്കനൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ചിക്കൻ ഇല്ല. ചിക്കൻ ലെഗ്സ് ഓൾറെഡി ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് എന്തായാലും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് എഗ് ഫ്രൈഡ് റൈസും ചെയ്യാം, ചിക്കൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. നിക്ക് ഇവിടെ ഇല്ല കേട്ടോ, നിക്ക് ഷിഫ്റ്റിന് പോയേക്കുവാണ്. നിക്ക് എന്തായാലും 10:30 വരുള്ളൂ. ഇപ്പോൾ സമയം 8:10 അപ്പോൾ നമുക്കൊരു 2-2.5 മണിക്കൂറുണ്ട്. എനിക്കറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചപ്പാത്തി, പുട്ട്, ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ സർപ്രൈസ് ആവില്ലെന്ന് നോക്കാം. പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് നിറച്ചില്ല. എന്നിട്ട് അത് ഒരു 3-4 തവണ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് അത് അങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ബീൻസ് ഓൾറെഡി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാം. ആൻഡ് ക്യാരറ്റ് ഞാനിതാ കുഞ്ഞായിട്ട് നീളത്തിൽ അരിയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിക്കൻ്റെ കാര്യം ആലോചിച്ചത്. ചിക്കൻ ഞാൻ ഓൾറെഡി ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ തണുപ്പ് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അരമണിക്കൂറായപ്പോഴത്തേനും 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ വെള്ളം വെച്ചു. കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അരി അവിടെ വേകട്ടെ. അപ്പോഴേക്കും ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തത് വാഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അരി ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം പോയി ഡ്രൈ ആയിട്ടിരിക്കും. ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചീനച്ചട്ടിയാണ്. കാരണം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുണ്ടോ, അപ്പോൾ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 1-2 ഒക്കെ ആവാം. എനിക്ക് മുട്ട അത്ര ഇതിലിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. എന്നിട്ട് അത് ഇടുന്നതാണെങ്കിൽ ഞാൻ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കുനുകുനാന്നാക്കും. കാരണം എനിക്കങ്ങനെ വലിയ പീസ് ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് അതൊന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. റൈസിൽ ഉപ്പ് ഇട്ടിട്ടില്ല എന്നാണെങ്കിൽ ഇതിൽ അത്യാവശ്യം ഇട്ടോളൂ. ഞാൻ റൈസിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ റൈസിൽ ഇടുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം ആ ഒരു പച്ച ഇത് പോകണമല്ലോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് എൻ്റെ കയ്യിൽ കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ. റിയലായിട്ട് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വേണം. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വേവിച്ച് വെച്ച അരിയും കൂടി അതിലേക്ക്, ചോറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്തപ്പോൾ ഒന്ന് പാളിപ്പോയെങ്കിലും ഞാൻ പിന്നെ എൻ്റെ ടൂൾസൊക്കെ എടുത്തിട്ട് വന്നു. കാരണം നല്ല ചൂടുണ്ട്, പിന്നെ മറിഞ്ഞും പോകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കുക. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കനും കൂടി അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന്, വെറുതെ സമയം കളയണ്ടല്ലോ. ഞാൻ ഒരുപാട് ടൈപ്പ് ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ട്. അതിലെൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു മസാല മിക്സ് ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഫുൾ നൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ എൻ്റെ ജോലി കഴിഞ്ഞപ്പോഴത്തേനും നിഗി വന്നു കേട്ടോ. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ 8:30 ആയല്ലോ, ലേറ്റ് ആയല്ലോ. അപ്പോൾ നിഗി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഗി ആണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചില ദിവസം അങ്ങനെയാണ്, ഡിപ്പെൻസ് അവരുടെ വർക്ക് അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഭയങ്കര
എന്താ പറയുക ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാവം ക്ഷീണിച്ച് വന്നതല്ലേ, അപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്ത് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. വേഗം തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ട്രൈ ചെയ്തോ? പിന്നെ ട്രൈ ചെയ്യാലിപ്പാ. ഫസ്റ്റ് ചിക്കൻ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടിട്ട് മണത്തിൽ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.